hostage, I've been here for days. Who's this whisper telling me that I'm never gonna get away? I know they'll be coming to find me soon, but I fear I'm getting used to being held by you. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way. Oh, baby, look what you've done to me. Baby, you got me tied down. Baby, I'll never leave if you keep holding me this way. Who's this man that's holding your hand and talking about your eyes? Used to sing about being free, but now he's changed his mind. I know they'll be coming to find me soon, but my Stockholm syndrome is in your room. Yeah, I fell for you. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way. Baby, look what you've done to me. Baby, you got me tied down. Baby, I'll never leave if you keep holding me this way. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ
നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. പോലെ ഞങ്ങളുടെ കടമകളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. വിനിയോഗമേ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് സ്ത്രീ വാഴ്ത്തപ്പെടുന്നവനാകുന്നു. ബലവാനും കരുത്യവാനുമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിന് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ച് ചേർന്ന് തിരുമുമ്പാകെ അടിയങ്ങൾ ശിരസ്സുകളെ നമിക്കുന്നു. ദൈവം ഞങ്ങളുടെ സംഗീതവും ബലവുമാകുന്നു. ഞങ്ങളുടെ വഴികാട്ടിയ കർത്താവും നല്ലയിടയും അവിടുന്ന് തന്നെയാകുന്നു. എൻ്റെ ആളുകളെ പറഞ്ഞൊല്ലി വിളിക്കുന്നവരും ഇടവാളർച്ചയിലും അവരുടെ ജീവിതത്തിലും ആകാംക്ഷകളുമായ പിതാവും സർവാധിപതിയുമായ കർത്താവും അവിടെ തന്നെയാകുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഇടവെല്ലി വിളിക്കുന്ന, സ്നേഹിക്കുന്ന, വഴി നടത്തുന്ന അവരുടെ കരുണയ്ക്ക് മുമ്പിൽ ഏറ്റവും എളിമയോടും ആദരവോടും പ്രാർത്ഥിക്കുവാനും അവർക്ക് പിന്നാലെ സഞ്ചരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അർഹരാക്കി തീർക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ നൽകുന്ന എല്ലാ മക്കൾക്കായും മംഗളങ്ങൾക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പുരാനുകൃപയും പരിശുദ്ധ ഊഹാത്മനും പ്രവാസവും നിങ്ങൾ ഓരോരുത്തരോടും ഇവിടെ അവനോടും അങ്ങനെ ഒരുക്കിയിരിക്കുന്ന മകളോടും ഉദാശയോടും സൽക്കാരങ്ങളോടും അനുഗ്രഹീതമായ ജീവിതത്തോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. I can only imagine how it is to be with you. From the first day I saw your face, I knew this love was true. But you already taken, nothing I can do. So I can only imagine how it is to be with you. I can only imagine us both loving through the night. I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine. I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. I don't want to live this way. I really wish we never knew. Out of sight and out of mind, I don't want to be with you. But the next time I saw your face, nothing I can do. I just have to face the truth. All I want is to be with you. I can only imagine us both loving through the night.
I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine. I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ലേഖികളും ആത്മാക്കളും ആനന്ദിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സരന്മാരുടെ ഗണത്തിൽ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ സ്തുതിയെ സ്തോത്രവും കരയേറ്റുമാറാകണമേ. എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ.
സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് എന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ക്കണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ചെയ്യും
സദാ നേരത്തിൽ ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പ്രിയതയും സഭയായിട്ട് തിരഞ്ഞെടുത്തു എല്ലാവിധ കളങ്കങ്ങളും മാലിന്യങ്ങളും തന്നെ രക്തത്താൽ ഉറപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്തതും താൻ തന്നെ വരനായി തീരുകയും അശുദ്ധവിശ്വാസങ്ങളുടെ ദാസത്തിൽ നമ്മളെ രക്ഷിച്ച സർവ്വവിധമായ കടങ്ങളും പാപങ്ങളും സഹോദരം നൽകിയ സ്വർഗീയ മണവാളനും സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശനാലെയും ശ്രീഹന്മാരെയും സർവവംശങ്ങളെ ക്ഷണിച്ചവനായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവിടുത്തെ മക്കളുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനം ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലഹുന്യോ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവനെയാകുന്നു. എന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പരിമളവാസന കൊണ്ട് അതേപോലെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യം കൊണ്ട് കുറവ് വരാതിരിക്കുമാറെന്ന് ഐശ്വര്യപ്പെടുത്തി. സ്തുതി എന്നെ ലഭിച്ചവരുടെ കൊണ്ട് ആത്മാവ് വിവാദം നടത്തി. അതിനെ നിനക്ക് പതിവാക്കുകയും ശബ്ദങ്ങളുടെ തലയിൽ ശക്തിയോടെ ചോക്കുകയും ചെയ്തു. ദേഹമാന്റെ ശരീരങ്ങളുടെ മോതിരമായിട്ട് വെളിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായ നിവസിപ്പിച്ച് പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മുതൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബലഹീന ദാസനാകുന്ന നിങ്ങൾ ആശീർവദിച്ചിരിക്കുന്നതായ ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായി വിശുദ്ധമായി തീരുവാൻ സമ്മതിയാകുകയും ചെയ്യണമേ എന്നോട് അപേക്ഷിക്കുന്നു. സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ഞാൻ സമ്പൂർണ്ണവും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, നമ്മളെ ചെന്നവരുടെ സമ്മതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭക്തമായവരെ സന്തോഷിപ്പിക്കണമേ. ഈശ്വരമായ മണവറയിൽ ഇവരുടെ തരത്തിലുള്ളതായ വേലഗ്രഹിക്കുകയും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണവരിലേക്ക് കരുണയോടെ തിരുമുമ്പായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പ്രമാണങ്ങളും സ്നേഹത്തോടെ സ്വാതന്ത്ര്യമാക്കിക്കൊള്ളണമേ. അതിനാൽ അനുഗ്രഹിക്കപ്പെടുകയും വാഴ്ത്തുകയും ഇടപെടാതെ പരിശുദ്ധമായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. Hallelujah.
സൽപ്രവർത്തികളാകുന്ന സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കണമേ.
നിന്നോട് വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക് അതിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. ഓശോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ 30, 60, 100 ഇരട്ടിയായി അവർ പ്രതിഫലം നൽകുമാറാട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാട്ടെ. നമ്മുടെ കർത്താവിന്റെ സേവ രാവും പകലും നമ്മളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനെന്നും അവരുടെ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്ദനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മണവാട്ടി, കടന്നു വന്നിരിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ നാമത്തിലേവർക്കും സ്നേഹത്തിൻ്റെ വന്ദനം അറിയിക്കുക. നമ്മളെല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ മുൻഭാഗം നിൽക്കുന്ന ഈ മണവാട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പക്ഷെ എത്ര പേർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. പലരും പുറത്തിങ്ങനെ കറങ്ങിയടിച്ചത് പറ്റില്ല. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇനി ഇതുപോലെ ഈ മകനെയും മകളെയും കൂടെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ആർക്കും പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയും. അതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മുടെ ചുമതല എന്നുള്ളതാരും വിസ്മരിച്ച് കളയരുത്. ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ വിളക്കായ മാതാവ്, അമ്മയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാതാവ് ഒരുപാട് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് താക്കീതുകളും ഒക്കെ വാങ്ങിച്ച് ശല്യക്കാരനായിരുന്നു. എങ്കിൽ തന്നെയും ആ മാതാവായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയുള്ള ജീവിതം. അത് പ്രാർത്ഥനാ സമയത്തായാലും ഏത് കാര്യങ്ങളും. അതുകൊണ്ട് കുടുംബിനിയായിട്ട് പരിചയമില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് ഈ കടന്നു ചെല്ലുന്നത്. അവിടെ ആരുണ്ട് എന്തുണ്ടെന്നുള്ളതിലേക്ക് നോക്കി വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ ഈ ഭർത്താവിൻ്റെ ഒരു അപ്പനും അമ്മയും അവിടെ ഉണ്ട്. അത് ആരുടെ അപ്പനും അമ്മയുമാണ്. എനിക്ക് അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്ന് പറയുന്ന വാക്കേ ഇഷ്ടമല്ല. എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും എൻ്റെ അപ്പനും അമ്മയുമാണ്. അതേ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ വേറെ ആരുടെയും കുടുംബജീവിതം എടുക്കണ്ട. ജോസഫിൻ്റെയും പരിശുദ്ധ കന്യകയാണ്. നമ്മുടെ മാതാവിൻ്റെയും നമ്മുടെ പിതാവായ ഔസേപ്പ് പിതാവിൻ്റെയും കുടുംബജീവിതം എടുക്കാറുണ്ട്. കല്യാണം നിശ്ചയിച്ചു, പക്ഷേ പിന്നീടുണ്ടായ പ്രശ്നങ്ങളെല്ലാം മെച്യൂരിറ്റി ഉണ്ടാകും. പക്വമായ പെരുമാറ്റമായിരിക്കണം. ഒരു അതിഥി കടന്നു വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരനായാലും ഭാര്യയുടെ വീട്ടുകാരനായാലും മെച്യൂരിറ്റി
വൃത്തിയായിട്ട് നല്ല പക്വമായ പെരുമാറ്റം ഉണ്ടാകണം, ആത്മാർത്ഥത ഏണസ്റ്റ്നെസ് ഉണ്ടാകണം. ജീവിതത്തിൽ ആ കുടുംബാംഗങ്ങളുമായിട്ട് പരസ്പരം ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ ഇത്രയും ഉപദേശം എനിക്ക് തരാനായിട്ടുള്ളൂ. വലിയ ഡോക്ടറേറ്റൊന്നും എടുത്തില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാം. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബാല്യകാലം മുതൽ എൻ്റെ മാതാവ്, എൻ്റെ സഹോദരി സഹോദരന്മാരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള സന്തോഷകരമായ അവസ്ഥയുടെ അനുഭവം മാത്രം പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ പിന്നെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവിടെ കൂട്ടത്തിനിടയിലൊന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായി സ്തുതി സ്തോത്രവും കരയുകയും ചെയ്യുവാനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, സന്തോഷങ്ങളോടും ഉല്ലാസങ്ങളോടും കൂടെ സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ Hallelujah.
യാചിക്കണം. സ്തോത്രവും പ്രാപവും വീഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ നിറവേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. മഹോന്നതങ്ങളിലേക്ക് കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിവരവിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവർക്ക് നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മഴവേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാധാരങ്ങൾ തിടുക്കമുള്ളവരാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരവും ദാസ്യതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിൽ ധേയനായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിൽ ദൈവത്തിന്റെ തമ്മിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കും സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. തന്നെ ചലിക്കുവാൻ തക്കപ്പെടുന്നതിൽ ന്യായപ്രമാണമാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നഗരങ്ങളിൽ തൽപരരും ആത്മശൈലികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സന്നദ്ധിയാക്കണമേ. കർത്താവേ, ജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവർ വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധ ഭാഗത്തെ അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താനദാസത്തിൽ ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബകുല സുബ്ഹാൻ ലോൽമീ. സന്തോഷം
എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനാചരിച്ചുള്ളവരായ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനിച്ചുള്ള സൗകര്യത്തിന് ഞങ്ങളെയും ഞങ്ങളെ ഒരു ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റമുണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഹരിക്കുന്ന
അനുഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ അനുഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാശന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജനിമിത്തം തങ്ങളെ തന്നെ ശബ്ദന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. മാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.
ജീവൻ
നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ മുൻപിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്, അറിയാത്തവന്റെ മുൻപാകെയല്ല. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്ക് ഇടയിൽ ദൈവത്തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനത്തിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശ്യമാകട്ടെ. കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് ഭക്തനായിരുന്നാലും ഭാര്യ ധരിപ്പാൻ നൽകണം. സപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാൽ ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വർദ്ധിക്കണം. നമ്മുടെ കർത്താവേശിച്ചാണ് ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ആത്മീയമായ വിവാഹപ്രസംഗങ്ങൾ എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോവരെയും താൻ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധമായ അടിയങ്ങളുടെ കുറവുള്ള പ്രാർത്ഥന ഉന്നതപ്പെട്ട സിംഹാസനം വാങ്ങി കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആ പ്രോഹായോകാരീശോ ഓശോസ്ബാനോവേ ആമേൻ. മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ മംഗളാശംസകൾ. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബമായി. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്തയാ.
എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ, കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ, കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ
ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ മണ്ണിൽ വീഴും പോലെ മിന്നാരം ഇന്നും നീളം കണ്ണിൽ കണ്ടനോ പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആറാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ നിന്നെന്താണു പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി തിണവിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ് ഇനി നാടാകെ നീയാണേ നേരാണെന്നേ
എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിൽക്കുന്ന ബലവാനായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. മാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടമഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഇന്നലെ കൂടെ കൂടിയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ തമ്പുരാന്റെ തിരുസന്നിധിയിൽ യാചിച്ചു. അപ്പോൾ 2 ദിവസം കർത്താവെ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്ന് അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് തരണം എന്നേ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഞാൻ യാചിച്ചു. തമ്പുരാനെടുത്ത തീരുമാനത്തിന്റെ പൂർത്തീകരണം കർത്താവെ ഇന്ന് നിറവേറ്റുന്ന ദിവസമായിരുന്നു. കർത്താവ് അതിന്റെ ശുശ്രൂഷയിൽ അവരുടെ യാത്രയിലെ പോക്കിൽ കുറവൊക്കെ തമ്പുരാന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അപ്പോൾ തിരിച്ച് നിന്റെ മക്കൾ കർത്താവെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ വാഹനത്തിന് ഡ്രൈവറായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. വാഹനത്തെ അവിടുന്ന് നിയന്ത്രിച്ചോളണമേ. കർത്താവ് എത്തിച്ചേരണവരെല്ലാം തക്ക സമയത്ത് ഭവനങ്ങൾ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് പോകാൻ അവിടുത്തെ ഇമ്പമുള്ള സ്ഥലത്താണ് ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചോളണമേ. തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. തമ്പുരാനെ അയമ്പമുള്ള പ്രതിസായിരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിപ്പാൻ എല്ലാ ആത്മാക്കളെ അവിടെ എടുത്ത് ഉപയോഗിച്ചോളണമേ. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും. കൂടിയിരിക്കുന്ന മക്കളെ ഓരോരുത്തരും പേരാതെ അവിടുത്തെ കരങ്ങൾ തരുന്നു. ചുറ്റുപാടുള്ള ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഈ വിരുന്ന സൽക്കാരങ്ങൾ അധികമായും അല്പമായും അധികമായും സഹായിച്ച എല്ലാ കാര്യങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾക്ക് അനുസരണയുള്ള കുഞ്ഞുങ്ങളായി, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി നിന്റെ മക്കൾ ഞങ്ങൾക്ക് വളരെ തെരുമാറാകണമേ. തമ്പുരാന്റെ തിരുസന്നിധിയിൽ യാചിക്കാനല്ലാതെ അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ലപ്പാ. സർവ്വതിനും കഴിവുള്ള തമ്പുരാന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹത്തിന്റെ കൃപ സംബന്ധം ആവാസം കർത്താവെ ഭവനത്തിലായിരിക്കുന്ന എൻ്റെ മക്കളോട്, ഭവനത്തിൽ നിന്ന് കർത്താവെ അല്പം മുമ്പേ കടന്നുപോയ എല്ലാ മക്കളോടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും വിശേഷ കർത്താവെ എന്ന കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന നിന്റെ മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ സദാ വർദ്ധിച്ചു മാറാകണമേ.
തണലായി